യെസ്, ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല. പെട്ടെന്ന് ചെല്ല്, കൊടുത്തു തുടങ്ങി കേട്ടോ. അതെ, ശരി, ഓക്കെ, താങ്ക് യു ടീം. യെസ്. അപ്പം കാളിദാസ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഒരു ടീമും കൂടെ ഉണ്ട് അല്ലേ? ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതിനുശേഷം നമുക്കൊരു പ്രത്യേക അതിഥിയുണ്ട്. അതെ, പ്രത്യേക അതിഥിയുണ്ട്. ആ അതിഥിയെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയെ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിഥി നമ്മുടെ കയ്യിലുണ്ട്. അകത്ത് നമ്മൾ സേഫ് ആയിട്ട് വെച്ച കാര്യം കാണിച്ചിട്ടില്ല. അപ്പം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അതിഥിയെ കൊണ്ടുവരും. വായോ, വാ, കേറിക്കോ. മൈമല്ലേ? മൈമ നമുക്ക് വന്നിട്ടില്ല. മൂകാഭിനയം. ഏതാ ജില്ല? പാലക്കാട്. പാലക്കാട് ഒപ്പം കൊണ്ടുപോവോ? 4ാം സ്ഥാനത്താ പാലക്കാട്. 1ാം സ്ഥാനത്ത് എത്തും അല്ലേ? പാലക്കാടിനാണ് ഇത്തവണ കപ്പ്. അപ്പം നമുക്ക് ഇവരുടെ പേര് ചോദിച്ചു പോണോ? പേര് ചോദിച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങാം. മോനെ, ഇത് പേര് പറയാ, പാസ് ചെയ്യാം. എന്റെ പേര് നിഹാൽ. ക്ലാസ് ഞാൻ +1 പഠിക്കുന്നു. ഏതാ സ്കൂൾ? ഏതാ? BSS ഗുരുകുലം. ഗുരുകുലം അറിയാത്തവരുണ്ടോ? ഞങ്ങൾ സ്വന്തമായി മുദ്രാവാക്യമില്ലേ? കേട്ടോ, അത് പൊളിഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളത് പൊളിച്ച് ഞങ്ങളൊക്കെ ബ്രേക്കിംഗ് ചെയ്ത വാർത്തയാണ് ഗുരുകുലത്തിന്റെ ഒരു വാർത്ത. ഈ കൊല്ലത്തെ മുദ്രാവാക്യം അത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ പറയണേ. ഭവ്യ +1 സയൻസ്. എന്റെ പേര് ആദിത്യ +2 കോമേഴ്സ്. ഓക്കെ. എന്റെ പേര് സജിൻദാസ് +2 സയൻസ്. എന്റെ പേര് അൽഫിൻ +2 സയൻസ്. എന്റെ പേര് നിതിൻ രാജ് +2 കൊമേഴ്സ്. എന്റെ പേര് ശ്വേത എസ്. ഈ സയൻസും കൊമേഴ്സും എപ്പോഴും അടിയല്ലേ പൊതുവെ? നിങ്ങൾ സൗഹൃദമാണല്ലേ? അതെ, 7 ശരീരം ഒറ്റ മനസ്സും. അപ്പം ഓൺലൈൻ ടീമിന് ഞങ്ങൾ അതെ. അപ്പൊ നമുക്ക് മൈമിലേക്ക് കടന്നാലോ? മൈക്ക് ആവശ്യമില്ലല്ലോ. ഒരു കുറച്ച് സീൻസ് 50 സെക്കൻഡ്സ്. അതിന് മൈക്ക് ആവശ്യമുണ്ട്. മ്യൂസിക് കേൾക്കണം. മ്യൂസിക് വേണം. മ്യൂസിക് റെഡിയാണോ? മൈമിന്റെ മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് ഫോണിലുണ്ട്. അപ്പൊ നമുക്ക് ആ മ്യൂസിക്കിലേക്ക് നമ്മൾ നേരെ കടക്കുകയാണ്. ഓക്കെ, ആ മ്യൂസിക് വരുമ്പോഴേക്കും ഗുരുകുലത്തിന്റെ ആ മുദ്രാവാക്യം ഒന്ന് കേട്ടാലോ? അതെ, ഒന്ന് പറയോ? ഇക്കൊല്ലത്തെ ആനന്ദമാണ് മതം, കലയാണ് മതം, ജീവിതമാണ് മതം. പിന്നെ അത്രേ ഉള്ളൂ. ആനന്ദമാണ് മതം, കലയാണ് മതം. ആനന്ദമാണ് മതം, കലയാണ് മതം, ജീവിതമാണ് മതം. ജീവിതമാണ് മതം. ഇന്നലെ എന്തോ വലുത് നീണ്ടുപോയി പോലെ എനിക്ക് തോന്നുന്നു. ആനന്ദമാണ് കല, ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം, ആനന്ദമാണ് മതം. ഇപ്പഴാ കറക്റ്റ്. അതെ, ഇന്നലെ ആ മോളുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവള് പറഞ്ഞ ഒരു കാര്യമില്ലേ, ഗുരുകുലത്തിന്റെ സ്വർണ്ണച്ചിറയിലേറി സ്വർണ്ണക്കപ്പുമായി ഗുരുകുലം അല്ല, ഗുരുകുലത്തിന്റെ സ്വർണ്ണച്ചിറകിലേറി പാലക്കാടിന് സ്വർണ്ണക്കപ്പ്. അങ്ങനെ എന്തോ ഒരു സംഭവം കിട്ടുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആ കുട്ടി പറഞ്ഞു ഭയങ്കര വൈകാരികമായിട്ട് ഒരു അടിക്കുറിപ്പ് പറഞ്ഞു. നിങ്ങളുടെ ഗുരുകുലത്തെ കുട്ടിയാ. പേര് ഞാൻ മറന്നു. ഏതായിട്ടും ഓർമ്മയില്ലടാ, കുറെ പേര് ഒട്ടും ഓർമ്മയില്ല. എന്തായാലും അതെ. അപ്പൊ മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് റെഡി. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നിങ്ങൾ സെറ്റ് ആയിട്ട് നിന്നോ. ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. ആരും പേടിക്കണ്ട. അതെ, ഏട്ടനെ വിളിക്കണോ? ചേട്ടനാണോ പഠിപ്പിച്ചത്? ചേട്ടാ ഇങ്ങ് വാ, കറങ്ങി വാ. ആശാന്റെ ശിഷ്യനാണോ? ആശാന്റെ ശിഷ്യോ? കറങ്ങി വാ. നമ്മൾ അടിക്കാൻ സാധ്യതയുണ്ട്. അതെ, എവിടെ ആശാന്റെ ശിഷ്യനെവിടെ? ശിഷ്യോ, ഓയ് ശിഷ്യോ. ഞങ്ങളുടെ ഗുരുവിന്റെ പൂർണ്ണ വിദ്യാർത്ഥിനിയാണ്. ഗുരുവത്തിന്റെ സ്വത്താണ്. ഒരു ആവേശം കൊടുത്തേ. അതെ,
എന്താ ആശാനെക്കാളും ശിഷ്യനോട് അങ്ങനെ ഇത്ര ഒരു അങ്ങനൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും എന്തുകൊണ്ട് ഈ ശിഷ്യൻ പ്രിയപ്പെട്ടവനാകുന്നു നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ആകെയുള്ള ഒരു സീനിയറാണ്. അതായത് എല്ലാ സീനിയേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് പോകുന്നതാണ് നോർമലി. ഈ ഒരു കലയുടെ പ്രണയം കൊണ്ടും ഞങ്ങളോടുള്ള ഒരു താല്പര്യം കൊണ്ടും ഞങ്ങളെ എപ്പോഴും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പല മിസ്റ്റേക്കുകളും പറഞ്ഞു തരുന്ന ഒരു ഏട്ടനാണ് ദിനേശേട്ടൻ. എപ്പോഴും കൂടെ കാര്യമായിട്ട് പിള്ളേർക്ക് ഇതിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ വലിയേട്ടനാണ്, സൂപ്പർ സീനിയർ. നമ്മൾ പഴയൊരു മോഹൻലാലിന്റെ പടമില്ലേ, സർവകലാശാല എന്ന് പറയുന്നത്, കോളേജ് വിട്ടിട്ടും കോളേജിന്റെ ഓർമ്മകളുമായി വീണ്ടും അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ. അങ്ങനെ ഒരു ലാലേട്ടനാണോ ഇത്? ദിനുവേട്ടൻ. ഓക്കെ, കുട്ടികളുടെ പ്രിയപ്പെട്ട ദിനുവേട്ടൻ. യെസ്. അപ്പം പാലക്കാടിന് തന്നെയാണോ കപ്പ്? ഉറപ്പാണോ? അതിൽ മാറ്റമൊന്നുമില്ല. യെസ്. ദിനുവേട്ടാ, പാലക്കാടിനാണോ കപ്പ്? ഉറപ്പ്. എന്താ ദിനുവേട്ടൻ ഒരു കോൺഫിഡൻസ് കുറവ്? ഇല്ലില്ല, കോൺഫിഡൻസ് കുറവൊന്നുമില്ല, ഒരു കുറവുമില്ല. കപ്പ് അങ്ങോട്ടല്ല, ഗുരുകുലം തൂക്കും. യെസ്. അടിപൊളി. ഇപ്പൊ ഗുരുകുലത്തിലെ പിള്ളേര് കൊള്ളാം. ഡേ 1 തൊട്ട് ഗുരുകുലം. അതെ, അതും പാലക്കാട് കപ്പും കൊണ്ടുപോകും. BSS ഗുരുകുലം 13ാമത്തെ തവണയാണോ? ചരിത്രമാണ്. അതെ, കണ്ടിന്യൂസ് ആയിട്ട് 13ാം കൊല്ലം അടിക്കാൻ പോകും ഇപ്രാവശ്യം. കണ്ടിന്യൂസ് ആയിട്ടല്ലേ? കോൺഫിഡൻസ് റെക്കോർഡാണല്ലേ? ഞങ്ങൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഡിസിപ്ലിനോടെ എല്ലാ പ്രാക്ടീസും ഡെയിലി ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് വരുന്നത്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള എന്തായാലും ഫലം എന്തായാലും ഉണ്ടാവും. ഒരു മെസ്സേജ് ആണോ കൊടുക്കുന്നത്? അതിന്റെ എക്സാമ്പിളാണ് ഗുരുകുലം. ഓരോ ദിവസം പിള്ളേരങ്ങ് ഗംഭീരമൊക്കെ കേട്ടോ, മിനിറ്റിന് കണ്ടന്റ് തന്നോണ്ടിരിക്കും. അതെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീം. അപ്പം ഇനി നമ്മൾ അടുത്ത വിശിഷ്ടാതിഥിയിലേക്ക് കടക്കാവല്ലേ? ഓക്കെ, ആരാണ് ആ വിശിഷ്ടാതിഥി? നമുക്കൊരു അതിഥി ഉണ്ട്. ഓക്കെ, നമ്മൾ അദ്ദേഹത്തെ ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കാം. അദ്ദേഹം വന്നു കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ആരാണ്. നമുക്ക് എന്നാലും ഒരു ചെറിയൊരു ഇൻട്രോ കൊടുക്കണം. അതെ, അതാരാണെന്നുള്ളത്. ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരാളാണ്.